ഹായ് ഗായ്സ്, കലിബ്ര ന്യൂഡി ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 5th വീക്ക് ഒഫീഷ്യലുകൾ വോട്ടിംഗ് ആണ് ഇന്നലെ രാത്രിയോടെ ഹോട്ട്സ്റ്റാർ ആരംഭിച്ചിരിക്കുന്നത്. നമ്മളിന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയാണ് അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 15 മത്സരാർത്ഥികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ 2, 3, 4 മത്സരാർത്ഥികൾ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവ് ആവത്തുള്ളൂ. അതോടൊപ്പം വരുമണിക്കുള്ള കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതായാലും ഇന്ന് രാവിലെ അപേക്ഷിച്ച് വളരെ വമ്പിച്ച മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 3 മണി വരെ വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോൾ വമ്പിച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് വോട്ടിങ്ങിന് തുടക്കത്തിൽ തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 8321 വോട്ട് നേടി 1ാം പൊസിഷനാണുള്ളത്. 2ാം പൊസിഷനിൽ നൂറ അട്ടിമറി മുന്നേറ്റമായിട്ട് കയറി വന്നിരിക്കുകയാണ്. ഷാനവാസിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 2ാം പൊസിഷൻ നൂറ കൈയടക്കി വെച്ചിരിക്കുന്നത്. 6025 വോട്ട് നേടിയാണ് നൂറ തൻ്റെ 2ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 3ാം പൊസിഷനിൽ ഷാനവാസ് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഷാനവാസ് പിന്നിലേക്ക് തള്ളപ്പെട്ടത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നൂറയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 6006 വോട്ട് നേടി 3ാം പൊസിഷനാണ് ഉള്ളത്. 4ാം പൊസിഷനിൽ അനീഷ് തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. അനീഷിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ നിന്ന് ഇതുവരേക്കും ഒരു പൊസിഷൻ പോലും പിന്നിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. 5650 വോട്ട് നേടി 4ാം പൊസിഷനിൽ സുരക്ഷിതമായി തുടരുകയാണ്. 5ാം പൊസിഷനിൽ ജിസേൽ തന്നെ തുടരുകയാണ്. വോട്ടിങ്ങിൻ്റെ ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോകാതെ നല്ലൊരു മുന്നേറ്റവുമായിട്ട് അനീഷുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി 5601 വോട്ടിൻ്റെ ബലത്തിൽ 5ാം പൊസിഷൻ നിലനിർത്താൻ ജിസലിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 6ാം പൊസിഷനിൽ ആദിലയാണ് ഉള്ളത്. ആദിലേക്ക് ഇപ്പോൾ വമ്പിച്ചൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ജിസേലുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് മണിക്കൂറുകളും അട്ടിമറി സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 5150 വോട്ട് നേടി 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യൻ അട്ടിമറി മുന്നേറ്റമായി തിരിച്ചു കയറി വന്നിരിക്കുകയാണ്. നേരത്തെ അഭിലാഷ് 7ാം പൊസിഷൻ കൈയടക്കിയിരുന്നു. എന്നാൽ അഭിലാഷിനെ ഇപ്പോൾ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും 7ാം പൊസിഷനിൽ കയറി വന്നിട്ടുണ്ട്. 5100 വോട്ട് നേടിയാണ് തൻ്റെ 7ാം പൊസിഷൻ കൈയടക്കിയിരിക്കുന്നത്. 8ാം പൊസിഷനിൽ അഭിലാഷ് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തള്ളപ്പെട്ടത്. തുടക്കത്തിലൊന്ന് പതറിയെങ്കിലും അഭിലാഷ് അതിനുശേഷം അട്ടിമറി മുന്നേറ്റമായിട്ട് മുന്നേറിയിരുന്നു. എന്നാൽ ഇപ്പോൾ 8ാം പൊസിഷനിലുള്ള 5050 വോട്ട് നേടിയാണ് 8ാം പൊസിഷനിലുള്ളത്. 9ാം പൊസിഷനിലേക്ക് അക്ബർ ഖാൻ അട്ടിമറി മുന്നേറ്റമായിട്ട് കയറി വന്നിരിക്കുകയാണ്. നേരത്തെ അപ്പാനി ശരത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ് തൻ്റെ 9ാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ മുൻതൂക്കത്തിലാണ് 9ാം പൊസിഷൻ പിടിച്ചെടുത്തത്. ഇപ്പോൾ 5010 വോട്ട് നേടി 9ാം പൊസിഷനാണുള്ളത്. 10ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പാനി ശരത്. 5005 വോട്ട് നേടിയാണ് തള്ളപ്പെട്ടത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് പിന്നിലേക്ക് വന്നത്. ഇപ്പോൾ 10ാം പൊസിഷനാണുള്ളത്. 11ാം പൊസിഷനിൽ രേണുസുതി തന്നെ തുടരുകയാണ്. രേണുസുതിക്ക് വോട്ടിങ്ങിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഇത്തവണ ഡേഞ്ചർ സോണിലാണെന്ന് ഉറപ്പിച്ച് പറയാവുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. 4890 വോട്ട് നേടി 11ാം പൊസിഷനാണുള്ളത്. 12ാം പൊസിഷനിൽ റെന ഫാത്തിമയാണ് തുടരുന്നത്. റെന ഫാത്തിമയും ഡേഞ്ചർ സോണാണ്. കാരണം ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥികൾ ഒരാളാണ് റെന ഫാത്തിമ. 4788 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ഇപ്പോൾ 12ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലാണുള്ളത്. 13ാം പൊസിഷനിൽ ആര്യൻ ഖത്തറിയാണ് തുടരുന്നത്. ആര്യൻ ഖത്തറിക്ക് ഇപ്പോൾ 4699 വോട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ വെച്ച് ചെറിയൊരു വോട്ട് മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. 14ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി ശൈത്യ സന്ദേശം കയറി വന്നിരിക്കുകയാണ്. ശൈത്യ ഒനീൽ സാബുവിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 14ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 4570 വോട്ടിൻ്റെ ബലത്തിലാണ് 14ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 15ാം പൊസിഷനിൽ ഒനീൽ സാബുവാണ് ഉള്ളത്. ഒനീൽ സാബു തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ശൈത്യ സന്തോഷമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് ഏറ്റവും ലാസ്റ്റ് പൊസിഷനായ 14ാം പൊസിഷനിലേക്ക് വീണു പോയിരിക്കുകയാണ്. ഡേഞ്ചർ സോണാണ്. ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയാണ് ഒനീൽ സാബു. താങ്ക്